വൈഭവ് സൂര്യവംശിയെ പോലെ ഒരു താരത്തെ പുറത്തിരുത്തി ഇന്ത്യ ചോദിച്ചു വാങ്ങിയ തോൽവി. രണ്ടാം T20-യിലെ അയർലാൻഡിനെതിരെയുള്ള തോൽവിയെ അങ്ങനെ വിശേഷിപ്പിക്കാം. ആദ്യ T20-യിൽ അയർലാൻഡ് ജയിച്ചപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമായി തോന്നി. രണ്ടാം T20-യിൽ അത് ആവർത്തിച്ചപ്പോൾ അത് അവർ കളിച്ചു നേടിയതെന്ന് ഉറപ്പിച്ചു. ലോക ചാമ്പ്യന്മാരെ വൈറ്റ് വാഷ് ചെയ്ത് ഒരു കുഞ്ഞൻ രാജ്യം കുറിച്ച ചരിത്രം. ഇന്ത്യക്ക് ഇതിലും വലിയ നാണക്കേട് വേറെയില്ല. ബെൽഫാസ്റ്റിൽ ടോസ് നേടി ശ്രേയസ് അയ്യർ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യയുടെ വമ്പൻ ബൌളിംഗ് നിരക്ക് മുന്നിൽ പതറാതെ അയർലാൻഡ് നേടിയത് 154 റൺസ്. കഴിഞ്ഞ മത്സരത്തിൽ നന്നായി റൺസ് വഴങ്ങിയ പ്രസിദ്ധിന് പകരമെത്തിയ പ്രിൻസ് യാദവ് അരങ്ങേറ്റത്തിൽ നന്നായി പന്തെറിഞ്ഞ് 3 വിക്കറ്റ് നേടി. മറുപടി ബാറ്റിംഗിലെ ആദ്യ പന്തിൽ തുടങ്ങി ഇന്ത്യയുടെ തകർച്ച. ആദ്യ പന്തിൽ തന്നെ സഞ്ജു പുറത്ത്. കഴിഞ്ഞ മത്സരത്തിൽ 5 റൺസ് മാത്രം നേടിയ താരത്തിന്റെ സ്ഥിരത ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ആകെ തിളങ്ങിയ അഭിഷേക് ശർമ്മയും അതേ ഓവറിൽ മടങ്ങിയപ്പോൾ തന്നെ ഇന്ത്യ തോൽവി മണത്തിരുന്നു. തൊട്ടുപിന്നാലെ ശ്രേയസ് അയ്യരും മടങ്ങി. ടോപ്പ് ഓർഡറിലെ ഈ 3 തലയും അറുത്തിട്ടത് ഒരു ഇന്ത്യക്കാരനായിരുന്നു, ജയ് മൂന്ദ്ര. രാജസ്ഥാൻ സ്വദേശിയായ ഇദ്ദേഹം M.Tech പഠനത്തിനാണ് അയർലാൻഡിലെത്തുന്നത്. കഴിഞ്ഞ മത്സരത്തിലെ തന്റെ അരങ്ങേറ്റ പന്തിൽ സഞ്ജുവിനെ പുറത്താക്കിയതും ഇതേ മൂന്ദ്രയായിരുന്നു. ഇന്ത്യൻ ടോപ്പ് ഓർഡറിൽ 46 പന്തിൽ 55 റൺസ് നേടി തിലക് വർമ്മ ചെറുത്തുനിന്നു എന്നതൊഴിച്ചാൽ എല്ലാവരും നിരാശയായിരുന്നു. 10 പന്തിൽ 21 നേടി ഹർഷിത് റാണ ഒരു രക്ഷാപ്രവർത്തനം നടത്തി നോക്കി എങ്കിലും വിജയത്തിന് 1 റൺസ് അകലെ വീണു. അപ്രതീക്ഷിതമായി ഒരു കുഞ്ഞൻ ടീമിനോട് തോറ്റമ്പിയതോടെ ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന ഇംഗ്ലണ്ട് സീരീസിൽ ടീമിൽ മാറ്റമുണ്ടായേക്കും. വൈഭവിനെ പോലെ ഒരു താരം അവസരം കാത്ത് ബെഞ്ചിൽ നിൽക്കുമ്പോൾ ഇനിയും തഴയാനാവില്ല. സഞ്ജുവിനും അഭിഷേകിനും ഇഷാൻ കിഷനുമെല്ലാം ഈ സീരീസ് നിർണായകമാകും. 25 മാസം ഒരു പരമ്പര പോലും തോൽക്കാതെ കാത്ത ഇന്ത്യക്ക് ഏഷ്യ കപ്പും ലോകകപ്പും സമ്മാനിച്ച സൂര്യകുമാർ യാദവിനെ മാറ്റിയത് വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ എന്ന നിലയിലും താരമെന്ന നിലയിലും ശ്രേയസ് അയ്യർക്ക് കൂടുതൽ തെളിയിക്കേണ്ടി വരും. ടെസ്റ്റിലും ഏകദിനത്തിലും വിജയം നഷ്ടപ്പെടുത്തുമ്പോൾ T20 നോക്കൂ എന്ന് പറഞ്ഞിരുന്ന ഗംഭീറിനും ഇനി പിടിച്ചു നിൽക്കാനാവില്ല. സ്പോർട്സിൽ ആരെയും ചെറുതായി കാണരുത് എന്ന് ഇന്ത്യൻ ടീമിനെ ബോധ്യപ്പെടുത്തിയ അയർലാൻഡ് എന്ന കുഞ്ഞൻ അസോസിയേറ്റ് രാജ്യത്തിന് അഭിനന്ദനങ്ങൾ.